ഹായ്, എനിക്കിന്നൊരു നല്ല അവസരം കിട്ടി കേട്ടോ. അതായത് ഗവൺമെൻറ് VHSS വക്കം സ്കൂളിൽ ഒരു സൂംബ എടുക്കാനുള്ള അവസരം. അങ്ങനെ അതിനു വേണ്ടി റെഡിയായി പുതിയ ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുവാണേ. ഈ ടീഷർട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെയാണ്. പക്ഷേ അത് ഇന്നാണ് ഇട്ടത്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ തന്ന ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ, എന്താ ഇടാത്തതെന്നൊക്കെ. ഇതാണ് നമ്മുടെ പത്മശ്രീ ടീച്ചർ. ടീച്ചർ എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയായിരുന്നു, സ്കൂളിലെ HM ആണ്. അപ്പം സൂംബ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ കുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്യാണ്. ഇതായിരുന്നു സ്റ്റേജ്. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. സാധാരണ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പം കുറച്ച് കുട്ടികളെ ഉണ്ടാവാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ തന്നെ ടീച്ചറിനോട് പറഞ്ഞു, ഇപ്പം ഇവരെ എങ്ങനെ നിർത്തിയാൽ ക്ലാസ് എടുക്കാം, കാരണം സ്പേസ് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ എന്നാൽ കുട്ടികളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റോടെ വന്ന് നിൽക്കുകയും ചെയ്തു. ടീച്ചർ എന്നെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ആള് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതോടുകൂടി PT പീരീഡിൽ കയറിയ കണക്ക് മാഷിൻ്റെ അവസ്ഥയായി എൻ്റെത്. കാരണം ഞാൻ നോക്കിയപ്പം എല്ലാവരുടെ മുഖത്തും ഒരു പേടി മാത്രം, അവർക്കൊരു സന്തോഷവും എനിക്ക് തോന്നിയില്ല. ഞാനാകെ കൺഫ്യൂസ്ഡായി, ഇവരെങ്ങനെ കയ്യിലെടുക്കും. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത്, ടീച്ചർ എന്നെക്കുറിച്ച് പറയുമ്പോഴും സൂംബയെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ ആലോചിക്കുന്നതാണ്, എങ്ങനെ ഇവരെ ഞാൻ കയ്യിലെടുക്കും. കാരണം അവരുടെ എല്ലാവരുടെ ഫേസിലും ഒരു പേടിയാണ്, സന്തോഷമൊന്നും ആരുടെ മുഖത്തും കാണുന്നില്ല. കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇതൊന്ന് തീർന്നെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാമായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ പതുക്കെ സൂംബയെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തു. വാമപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു അനക്കവും ഇല്ല, ഒരു രക്ഷയില്ല കേട്ടോ, ആരും അനങ്ങുന്നില്ല. അവസാനം ടീച്ചർ ഇടപെട്ട് ടീച്ചർ പോയി എല്ലാവരോടും സംസാരിച്ചു. നിങ്ങൾ മാം ചെയ്യുന്ന പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഫൈനലി ഞാൻ അതിൽ നിന്ന് ഒരു കുട്ടിയെ കയ്യിലെടുത്തു. ആളെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി ആളെയും കൂടെ കളിപ്പിച്ചു തുടങ്ങിയപ്പോൾ പതുക്കെ എല്ലാവരും എന്നോട് അടുത്ത് തുടങ്ങി കേട്ടോ. കൂടുതൽ പേര് വന്ന് എന്നോട് കളിക്കാൻ തുടങ്ങി. എന്നാലും കുറേ പേര് ഇങ്ങനെ വളരെ എന്താ പറയണേ, ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു അവസ്ഥയിൽ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ കൂടെ നിന്ന കുട്ടികളെല്ലാം കൂടെ ചേർത്ത് ഞാൻ കളിക്കാൻ തുടങ്ങി. കുറച്ച് പേരെ കൂടെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി. അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, എൻ്റെ കൂടെ സ്റ്റേജിൽ നിന്ന് കളിക്കാണ്ടൊരു അവസരം കൊടുത്തപ്പോഴത്തേക്ക്. അപ്പം അവരും എനിക്കൊപ്പം തന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പതിയെ എല്ലാവരും എന്നിലേക്ക് അടുക്കാൻ തുടങ്ങി. എൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങി, എനിക്കൊപ്പം ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ബോയ്സൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങളിതിലൊന്നും കൂടില്ല, ഞങ്ങളെ ഇതിലൊന്നും വിളിക്കേണ്ട എന്നുള്ള ഭാവത്തിൽ. പക്ഷേ ഗേൾസ് ഒരേ വൈബ് തന്നെയായിരുന്നു. അവർ അങ്ങോട്ട് തിമിർക്കാൻ തുടങ്ങി. പിന്നെ അപ്പോഴും കുറേ ടീംസ് ഇങ്ങനെ ഒന്നിലും പെടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്റ്റേജിനകത്ത് കയറി ഒരേ ഡാൻസ്. ഞാൻ നോക്കിയപ്പോൾ പതുക്കെ എല്ലാവരും ഡാൻസ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഞാൻ ചെയ്യുന്ന മൂവ്മെൻറ്റ് അതേപോലെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫേസിലുണ്ടായിരുന്ന ഹാപ്പിനെസ് അവരുടെ ഫേസിലും വന്നു തുടങ്ങി. അവരും ചിരിച്ചു തുടങ്ങി, സന്തോഷിച്ചു തുടങ്ങി. പിന്നെന്തായി, ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് റിയൽ സൂംബയിലേക്ക് അങ്ങ് പോവാം. ഇനി നമുക്ക് നല്ലതുപോലെ, ഇപ്പം എല്ലാവർക്കും എന്നോടുള്ള പേടിയും ഇതൊക്കെ മാറിയല്ലോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയില്ലേ, ഇനി നമുക്ക് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. പതുക്കെ കുറച്ച് പേരെ സ്റ്റേജിൽ നിന്ന് താഴോട്ട് ഇറക്കി. ടീച്ചേഴ്സ് കളിക്കുന്നുണ്ടല്ലേ, ടീച്ചേഴ്സ് ഒരേ വൈബ് കേട്ടാ. ഞാൻ ഇങ്ങനൊരു ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. സാധാരണ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പം 1-2 ടീച്ചേഴ്സ് മാത്രം എൻ്റെ കൂടെ വന്ന് കളിക്കും. പക്ഷേ ഇത് ഒരു രക്ഷയില്ലായിരുന്നു. ആ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഒരുതും ഡാൻസേഴ്സാണ് കേട്ടോ. എല്ലാവരും നല്ലപോലെ ഡാൻസ് ചെയ്തു. പിന്നീട് നമ്മൾ റിയൽ സൂംബയിലേക്ക് വന്നു. അവർക്ക് സ്റ്റെപ്സ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അവരുടെ ബോഡീനെ വാമപ്പ് ചെയ്തു. എക്സസൈസ് മോഡിലേക്ക് അവരെ കൊണ്ടുവന്നു. ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ്, നിങ്ങൾ എനിക്കൊപ്പം കളിച്ചാൽ മതിയെന്ന് കേട്ടോ. ടീച്ചേഴ്സ് ഉണ്ടല്ലേ, അവർ കുറച്ചുപേരെ എനിക്കൊപ്പം സ്റ്റേജിൽ കയറി എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അത് ഭയങ്കര ആശ്വാസമായി. കാരണം ചൂട് കൂടുതലായതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ ടീച്ചേഴ്സ് എനിക്കൊപ്പം എൻ്റെ ബാക്കിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്പാണ്. അതുണ്ടല്ലേ, പത്മശ്രീ ടീച്ചർ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് വെള്ളം വേണോ, കാരണം നല്ല ചൂടായിരുന്നു ആ സമയത്ത്, മഴക്കാറും ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഹ്യൂമിഡിറ്റി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല കേട്ടാ, കാരണം പിള്ളേരെല്ലാം പൊളി വൈബിൽ വന്ന്. അപ്പം പിന്നെ ഞാൻ ഒന്ന് അണഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരും അണഞ്ഞു പോകും. പിന്നെ ഒരേ വൈബ്, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടാ. പിള്ളേരെല്ലാം എനിക്കൊപ്പം കട്ടയ്ക്ക് നിന്നു.
അപ്പം താങ്ക് യു പത്മശ്രീ ടീച്ചർ, എനിക്ക് ഇങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നതിന്. കാരണം ഇങ്ങനെ കുട്ടികൾക്കൊപ്പം ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ലൈഫിലെ എല്ലാ വിഷമങ്ങളും ഇല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് അവരുടെ മുഖത്തെ ഹാപ്പിനെസ് കണ്ട് അവർക്കൊപ്പം ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ക്ലാസ് ടീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ടീച്ചേഴ്സ് എടുത്തു പറയേണ്ടവർ തന്നെയാണ്. അവരെനിക്കൊപ്പം തന്നെ സ്റ്റേജിൽ കയറുന്ന ഡാൻസ് ചെയ്തു. അവസാനം പിന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി കുട്ടികളുടെ കൂടെ നിന്ന് അവർക്കൊപ്പം ഡാൻസ് ചെയ്തു. അപ്പോൾ ആദ്യം അവർക്കൊരു അമ്പരപ്പ് തോന്നി, ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുമെന്ന്. പക്ഷെ അവരും പിന്നീട് എൻ്റെ കൂടെ വന്നൊന്ന് ഡാൻസ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് സോങ് ആയിരുന്നു, അതൊരു വൈബ് സെറ്റിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവർക്ക് കൂൾ ഡൗൺ സെഷൻ ആയിരുന്നു. അവരെ നന്നായിട്ട് ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്യിപ്പിച്ചു, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താ പറയുക, ഒരു നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇതാണ് പത്മശ്രീ ടീച്ചർ. ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചറെ. ഞാൻ കണ്ടില്ലേ, വിയർത്ത് കുളിച്ച് നാറി ആകെ മേന കെട്ടു. കാരണം ഇത് കഴിഞ്ഞ് എനിക്ക് ഇനി അടുത്ത ക്ലാസ് ഉണ്ട്. എൻ്റെ ഫ്ലോറിൽ ക്ലാസ് എടുക്കാൻ പോകണം. എൻ്റെ സ്റ്റുഡൻസൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ തിരിച്ചു പോകുന്ന വഴി ഒരു കടയിൽ കയറി ഒരു ചൂടോടെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ വീണ്ടും ഫ്രഷപ്പായി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.